പല യുക്തിവാദി സുഹൃത്തുക്കളും പറയുന്നൊരു കാര്യമുണ്ട്. ഇപ്പോൾ മുസ്ലിം നമ്മുടെ ഫലസ്തീനെയും ഗാസയെയും ഒക്കെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നു. എന്നാൽ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും ഇതുപോലെയുള്ള യുദ്ധങ്ങളും വംശഹത്യകളുമെല്ലാം നടക്കുമ്പോൾ ഇത്രയധികം സപ്പോർട്ട് ആ രാജ്യങ്ങൾക്ക് കൊടുക്കാത്തത് എന്തുകൊണ്ടാണ്? അതിനുള്ള മറുപടി പ്രതീക്ഷിക്കും. ഇവിടെ പറഞ്ഞത് ലോകത്തൊരുപാട് പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. എന്തുകൊണ്ട് ഫലസ്തീന് വേണ്ടി മാത്രം ഇവിടെ കൂടുതൽ സമരങ്ങളോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള വാദങ്ങളോ വരുന്നു എന്നുള്ളതാണ്. ഇത് നേരെ ഒന്ന് തിരിച്ചാലോചിച്ച് നോക്കിയേ. ലോകത്ത് ഒരുപാട് പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. നൈജീരിയയിൽ പ്രശ്നം നടക്കുന്നു, സുഡാനിൽ പ്രശ്നം നടക്കുന്നു, അതുപോലെ തന്നെ സിറിയയിൽ പ്രശ്നം നടക്കുന്നു, അതുപോലെ തന്നെ ഗസയിൽ ഒരുപാട് പ്രശ്നം നടക്കുന്നുണ്ട്. പക്ഷെ എന്തുകൊണ്ടാണ് ഗസയിൽ നടക്കുന്ന വംശഹത്യക്ക് വേണ്ടി മാത്രമാണ് ഈ വംശഹത്യ ആസ്വാദനം എന്ന് പറയുന്ന ഒരു കലാപരിപാടി നമുക്ക് കാണാൻ പറ്റുന്നത്? വേറെ എവിടെയും ഈ കൂട്ടക്കൊലകൾ നടത്തുന്ന, വംശഹത്യ നടത്തുന്ന ആളുകൾക്ക് വേണ്ടി വാദിക്കുന്ന ആളുകളെ നമുക്ക് കാണാൻ പറ്റുന്നില്ല. എന്തുകൊണ്ട് ഗസയിൽ നടക്കുന്ന വംശഹത്യക്ക് വേണ്ടി മാത്രം അതിനുവേണ്ടി സംസാരിക്കാൻ ആളുകൾ ഉണ്ടാകുന്നു? ഇതുകൂടി നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. ഇത് ചിന്തിക്കുമ്പോഴാണ് ഇതിനുള്ള മറ്റ് തലങ്ങൾ നമ്മൾ മനസ്സിലാക്കുക. ഒന്നാമത്തത്, നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ മറ്റേതെങ്കിലും റീജിയണൽ കോൺഫ്ലിക്റ്റിനോട് സമീകരിക്കാൻ പറ്റുന്ന ഒന്നല്ല ഗസയിൽ നടക്കുന്നത്. ചരിത്രത്തിൽ തുല്യതയില്ലാത്ത വംശഹത്യയാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഓരോ സ്ക്വയർ കിലോമീറ്റർ പരിശോധിച്ച് നോക്കിയാൽ ഒന്നാം ലോക മഹായുദ്ധത്തെക്കാളും രണ്ടാം ലോക മഹായുദ്ധത്തെക്കാളും ആളുകൾ കൊല്ലപ്പെട്ടിട്ടുണ്ട് ഓരോ സ്ക്വയർ കിലോമീറ്ററിലും. ഒന്നാം ലോക മഹായുദ്ധത്തിൽ ഏകദേശം 30ഓളം ആളുകളാണ് ഓരോ സ്ക്വയർ കിലോമീറ്ററിൽ കൊല്ലപ്പെട്ടതെങ്കിൽ രണ്ടാം ലോക മഹായുദ്ധത്തിൽ ഏകദേശം 50-60 ആളുകളാണ് ഓരോ സ്ക്വയർ കിലോമീറ്ററിൽ കൊല്ലപ്പെട്ടതെങ്കിൽ ഗസയിൽ ഈ കഴിഞ്ഞ 3 വർഷം കൊണ്ട് മാത്രം 150ഓളം ആളുകളാണ് 125ഓളം ആളുകളാണ് ഓരോ സ്ക്വയർ കിലോമീറ്ററിലും കൊല്ലപ്പെട്ടത്. ഈ കൊല്ലപ്പെടുമ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഉക്രൈനിൽ യുദ്ധം നടക്കുന്നുണ്ട്. പക്ഷേ ഉക്രൈനികൾക്ക് ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക് പോകാനെങ്കിലും പറ്റും. പക്ഷേ ഒരു വിഭാഗത്തെ ജനോസൈഡ് ചെയ്യുക, വംശഹത്യ ചെയ്യുക, അവർക്കാകട്ടെ കരമുഖേനയോ വെള്ളമുഖേനയോ ആകാശമുഖേനയോ എവിടേക്കും പോകാൻ സാധിക്കാത്ത ഒരവസ്ഥയുണ്ടാക്കി അവരെ ബ്ലോക്ക് ചെയ്യുക, അവർക്ക് ഭക്ഷണം നിഷേധിക്കുക, അവർക്ക് മെഡിക്കൽ എയ്ഡ് നിഷേധിക്കുക, നിരന്തരം ബോംബിട്ടുകൊണ്ടിരിക്കുകയാണ്, ഒന്ന് IV ഇടാൻ പോലുമുള്ള സൗകര്യം ഇല്ലാതിരിക്കുക. ഇങ്ങനൊരു സംഭവം ചരിത്രത്തിൽ വേറെ എവിടെയെങ്കിലും നമുക്ക് കാണാൻ പറ്റുമോ? ഇല്ല. അത് ഗസയിൽ മാത്രമാണ് കാണാൻ പറ്റുക. അതുകൊണ്ട് അത്രയേറെ തുല്യതയില്ലാത്ത വംശഹത്യയാണ് നടക്കുന്നത് എന്നുള്ളത് കൊണ്ട് അതിനെതിരെ ഉള്ള റെസിസ്റ്റൻസ്, അല്ലെങ്കിൽ അതിനെതിരെയുള്ള സമരങ്ങൾ, അതിനെതിരെയുള്ള വോയിസ് അത് കുറച്ചുകൂടി ഒച്ചത്തിലാവുക എന്നുള്ളത് വളരെ സ്വാഭാവികമാണ്. പിന്നെ എന്തുകൊണ്ട് കൂടുതൽ ചർച്ചയാകുന്നു എന്ന് ചോദിച്ചാൽ, വേറെ ഒരു വംശഹത്യക്കും അനുകൂലികളായിക്കൊണ്ട് ഒരു ഭാഗത്ത് നമുക്ക് കാണാൻ സാധിക്കില്ല. എപ്പോഴാണ് ഒരു വിഷയം കൂടുതൽ ചർച്ചയാവുക? അതിന് 2 ഭാഗങ്ങൾ ഉണ്ടാകുമ്പോഴാണ്. ഇവിടെ നിന്ന് ആലോചിച്ച് നോക്കുക. ഞാനിവിടെ വന്നിട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ചാനലിൽ പോയിട്ട് നൈജീരിയയിൽ ക്രൂരത കാണിക്കുന്നവർ തെറ്റാണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ, അല്ല, അതിനെ ന്യായീകരിക്കാൻ ഞങ്ങളുണ്ട് എന്ന് പറഞ്ഞിട്ട് ആരെങ്കിലുമൊക്കെ വരുമോ? ഇല്ല, അങ്ങനെ ഒരാളും വരൂല. സുഡാനിൽ നടക്കുന്ന ക്രൂരതക്കെതിരായിട്ട് ഞാൻ സംസാരിച്ചാൽ അതിനെ ന്യായീകരിക്കാൻ ഞാനുണ്ട് എന്ന് പറഞ്ഞിട്ട് ആരെങ്കിലും വരുമോ? ഇല്ല. പക്ഷേ ഇസ്രയേൽ നടത്തുന്ന ക്രൂരതക്കെതിരായി സംസാരിച്ചാൽ, അല്ല, അവർ നടത്തുന്ന ജനോസൈഡ് അതിനെ ന്യായീകരിക്കാൻ ഞങ്ങളുണ്ട്. അല്ലെങ്കിൽ അവിടെ കുട്ടികൾ കൊലപ്പെടുന്നത് കാണുമ്പോൾ അവിടെയുള്ള റബിൾസിന്റെ ഇടയിൽ ജീവച്ചവങ്ങളായി മണിക്കൂറുകളും ദിവസങ്ങളും കിടക്കേണ്ടി വരുന്ന ആളുകളുണ്ട് എന്നറിയുമ്പോൾ ഒരു മനസ്സിലൊരു ഉന്മാദം തോന്നുന്ന മനുഷ്യത്വരഹിതരായ ആളുകൾ ഇവിടെ ഉണ്ട്. ആ ജനോസൈഡിന് വേണ്ടി, ആ വംശഹത്യക്ക് വേണ്ടി സംസാരിക്കാൻ, അതിനുവേണ്ടി സംവാദം നടത്താൻ ഇവിടെ ആളുകളുണ്ട്. ഞാൻ ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഈ സ്ഥലം ഉണ്ടല്ലോ, ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് ആ വംശഹത്യയെ ന്യായീകരിക്കാൻ വേണ്ടി ഒരു പ്രോഗ്രാം നടന്ന സ്ഥലമാണിത്. അതുകൊണ്ട് 2 അഭിപ്രായങ്ങൾ ഉണ്ടാകുമ്പോഴാണ് അത് കൂടുതൽ ചർച്ചയാവുക. ഇസ്രയേലിന്റെ വംശഹത്യയല്ലാതെ ന്യായീകരിക്കാൻ വേറെ ഒരാളും, ഒരു ക്രൂരതയും ന്യായീകരിക്കാൻ 2 പക്ഷം, ഇനി ഈവൻ മനസ്സിലൊരു ന്യായീകരണം തോന്നുന്നുണ്ടെങ്കിൽ കൂടി മനുഷ്യന്മാരോട് പറയാനൊരു മടിയുണ്ടാവും. മനുഷ്യന്മാരെ പച്ചക്ക് ഇങ്ങനെ കൊല്ലുന്നത്, അതിനെ ഞാൻ അനുകൂലിക്കുന്നു എന്ന് പറയാൻ മനസ്സിലൊരു ഇടങ്ങേറുണ്ടാവും. അതുപോലുമില്ലാതെ ഇത് കൊല്ലുന്നത് ഞങ്ങൾക്കിഷ്ടമില്ലാത്ത, ഞങ്ങൾ വെറുക്കുന്ന ഒരു സമുദായത്തിന്റെ ആളുകളാണ് എന്നതിൻ്റെ പേരിൽ മാത്രം അതിനെ ന്യായീകരിക്കാൻ വരുന്ന ആളുകൾ ഉണ്ടാകുമ്പോൾ, അവർ പല തൊടുന്യായങ്ങൾ പറയുമ്പോൾ, അവർ കള്ളങ്ങൾ പറയുമ്പോൾ, ഇവർ പറയുന്നത് കള്ളമാണ്, ഇവർ പറയുന്നത് തെറ്റാണ് എന്ന് നിരന്തരം പറയേണ്ടുന്ന അവസ്ഥ കൂടി ഉണ്ടാകും. അതുകൊണ്ടാണ് അത് കൂടുതൽ ചർച്ചയാവുന്നത്. ഫലസ്തീൻ എന്നുള്ള രാജ്യം ഒരു മുസ്ലിം രാജ്യം അല്ല എന്നുണ്ടെങ്കിൽ മുസ്ലിങ്ങൾ ആ രാജ്യത്തെ ഇത്രയധികം ആവേശത്തോടു കൂടി സപ്പോർട്ട് ചെയ്യുമോ? ഫലസ്തീൻ കോസ്, അതായത് ഗസയിലുള്ള നടന്ന ജനോസൈഡ് എന്നുള്ളത് അതൊരു മുസ്ലിം രാഷ്ട്രമായ ഒരു മുസ്ലിം ജനോസൈഡ് ആയതുകൊണ്ടല്ലേ മുസ്ലിങ്ങൾ മുഴുവൻ അതിൻ്റെ മുമ്പിൽ നിന്നത് എന്നുള്ളതാണ്.
അങ്ങനെയാണോ എന്നുള്ളത് ഇവിടെ നടക്കുന്ന പൊതുവായ പ്രശ്നങ്ങളിലും കാര്യങ്ങളിലൊക്കെ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം. ഇപ്പോൾ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരം തന്നെ, ഇപ്പോൾ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം തന്നെ ഇന്ത്യ ഒരു ഇസ്ലാമിക രാഷ്ട്രമാക്കി മാറ്റാനല്ലല്ലോ ഇന്ത്യയിലെ മുസ്ലിങ്ങൾ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ മുമ്പിൽ നിന്നത്. ഇപ്പോൾ ഗാന്ധിജിൻ്റെ കൂടെ നിന്ന് അബുൽ കലാം ആസാദ് അടക്കം, മൗലാന മുഹമ്മദ് അലി, ഷൗക്കത്ത് അലി അടക്കം, ഈ പിന്നെ മലബാർ ഏരിയയിലടക്കം കോൺഗ്രസ് ഖിലാഫത്ത് പ്രസ്ഥാനങ്ങളിൽ മുസ്ലിം സമുദായം മുന്നിൽ നിന്ന് സമരം ചെയ്തത് അത് ഒരു രാജ്യം സ്വതന്ത്രമാകാൻ വേണ്ടിയാണ്. ആ ഒരു നോവ് ഉള്ളിൽ പേറുന്നൊരു ജനതയാണ് ഒരു ഇന്ത്യൻ ജനത, കേരള ജനത എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾക്കറിയാം. ഈ മലബാറിലൊക്കെ നടന്ന നമ്മുടെ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട ഒരുപാട് സ്വാതന്ത്ര്യം എന്താണ് എന്നുള്ളതിൻ്റെ വേദന അറിയുന്ന ആളുകളാണ് പ്രത്യേകിച്ച് കേരളത്തിലെ ജനത എന്നുള്ളത്. ആ ജനത ഒരു രാജ്യം, ഒരു സ്റ്റേറ്റ് പദവി കൊടുക്കാതെ അവിടേക്ക് ഇന്നും നിങ്ങൾ ആലോചിച്ച് നോക്കണേ, 2025 UN ഒക്കെ രൂപീകരിച്ച് 948 ശേഷം ഇത്രയും വർഷം കഴിഞ്ഞിട്ടും ഒരു അധിനിവേശം, വളരെ പരസ്യമായൊരു അധിനിവേശം നടത്തുമ്പോൾ ആ രാജ്യത്തെ ജനത സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഒരു റെസിസ്റ്റൻസ് ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ നിൽക്കാനുള്ള ഒരു മനസ്സ് സ്വാഭാവികമായും ഇന്ത്യക്ക് വേണ്ടി എന്തെങ്കിലും പൊരുതിയ ഒരു ജനതയുടെ പൈതൃകം പേറുന്ന തലമുറക്ക് ആ വേദന ഉണ്ടാവും. അവരതിൻ്റെ മുമ്പിൽ നിൽക്കും. അങ്ങനെ നിന്നിട്ടുണ്ട് ഇവിടുത്തെ മുഴുവൻ ജനങ്ങളും. അതിൽ മുസ്ലിങ്ങളുണ്ട്, ഹിന്ദുക്കളുണ്ട്, ക്രിസ്ത്യാനികളുണ്ട്. പക്ഷേ ഈ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ അല്ലെങ്കിൽ സ്വാതന്ത്ര്യത്തിൻ്റെ വേദന അറിയാതെ അന്ന് അതിനു വേണ്ടി പണിയെടുക്കാതെ അതിനെതിരായി നിന്ന ആളുകൾ, അവരെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും. അവിടെ ഒരു കുഞ്ഞിനെ ബോംബിട്ട് കൊല്ലുമ്പോൾ അതിൻ്റെ അടിയിൽ കൊണ്ടുപോയിട്ട് പരിഹാസത്തിൻ്റെ ഇമോജികൾ ഇടുന്ന ആളുകളെ നിങ്ങൾക്ക് കാണാം. അവരെ വംശഹത്യക്ക് സപ്പോർട്ടാണ്. കാരണം അവർക്ക് സ്വാതന്ത്ര്യം എന്താണെന്നറിയില്ല. അതിനുവേണ്ടി അവർ ഇന്നവരെ ജീവിതത്തിൽ പണിയെടുത്തിട്ടില്ല. അവരെ മുൻകഴിഞ്ഞ തലമുറയിലെ പൂർവ്വപിതാക്കളൊന്നും അതിനു വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ സ്വാതന്ത്ര്യത്തിൻ്റെ വേദന അറിയുന്ന എല്ലാ ജനങ്ങളും ഇതിൻ്റെ മുമ്പിൽ നിൽക്കും. പ്രത്യേകിച്ച് ഇന്ത്യൻ ജനത അല്ലെങ്കിൽ കേരള ജനത എന്നുള്ളത് അങ്ങനെ ഒരു വേദനയിലൂടെ കടന്നു പോയതായതുകൊണ്ടും നമ്മൾ അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം എങ്ങനെ നേടിയെടുത്താണെന്നുള്ള ബോധ്യമുള്ളത് കൊണ്ടും ആ ഒരു ചരിത്ര ബോധ്യമുള്ളത് കൊണ്ടും നമ്മളതിൻ്റെ മുമ്പിൽ നിൽക്കും. ഇനി ലോകത്തെ എല്ലായിടത്തും നോക്ക്, ഇതൊരു ഒരു ഒരു മുസ്ലിം ഇഷ്യൂ ആയിട്ടല്ല എവിടെയും കണ്ടിട്ടുള്ളത്. ലോകത്ത് ഒരു രാജ്യത്തും നിങ്ങൾ നോക്ക്, യൂറോപ്പിൽ വെസ്റ്റേൺ കൺട്രീസിൽ ഉള്ള പിന്നെ ഒരു പ്രോ പലസ്തീൻ പ്രൊട്ടസ്റ്റൻസ് നിങ്ങൾ നോക്കിയാൽ അറിയാം എത്ര ലക്ഷങ്ങളാണ്. അതൊന്നും മുസ്ലിങ്ങളല്ല. ഇന്ത്യയിലോ അല്ലെങ്കിൽ ഏഷ്യയിലോ ഉള്ള യൂണിവേഴ്സിറ്റികളെ പോലെയല്ല വെസ്റ്റേൺ കൺട്രീസിലെ യൂണിവേഴ്സിറ്റികളിൽ മുഴുവൻ ഈ 2 വർഷവും, ഈ 2023 25 വരെ 2 വർഷവും അവിടുത്തെ വിദ്യാർത്ഥികൾ മുഴുവൻ പ്രൊട്ടസ്റ്റിലാണ്. അവിടുത്തെ തെരുവുകൾ മുഴുവൻ പ്രക്ഷോഭമാണ്. ഇറ്റലിയിലെ റോം മുതൽ കാലിഫോർണിയ മുതൽ സാൻ ഫ്രാൻസിസ്കോ മുതൽ മെക്സിക്കോ മുതൽ അതേപോലെ തന്നെ പിന്നെ ഓസ്ട്രേലിയയിൽ സിഡ്നി മുതൽ എല്ലാ രാജ്യങ്ങളിലും 3 ലക്ഷം 5 ലക്ഷം ആളുകൾ ഇറങ്ങുന്നത് അതൊന്നും മുസ്ലിങ്ങളല്ല. അങ്ങനെ ഒരു മുസ്ലിം ഇഷ്യൂവിൻ്റെ അപ്പുറത്ത് ഇതൊരു ജനോസൈഡ്, ഒരു പിന്നെ തത്സമയ സംപ്രേഷണം ചെയ്യുന്ന മനുഷ്യരെ പച്ചക്ക് കൊല്ലുന്ന വളരെ ഇൻറ്റൻഷനലായിട്ട് സിസ്റ്റമാറ്റിക്കായിട്ട് ഒരു എത്നിക് ഗ്രൂപ്പിനെ തിരഞ്ഞെടുത്ത് ഇല്ലായ്മ ചെയ്യുന്നതാണ് വംശഹത്യ എന്ന് പറയുന്നത്. ഇതൊരു പൂർണ്ണമായ വംശഹത്യ ആയതുകൊണ്ട് തന്നെ ഒരു മുസ്ലിമിന് ഒരിക്കലും ഒരു വംശഹത്യയോട് കൂട്ടി നിൽക്കാൻ കഴിയില്ല. അത് അവൻ്റെ മതത്തിൽ നിന്നുള്ളൊരു ബോധ്യം കൂടിയാണ്. അത് പിന്നെ ഒരു സാമൂഹ്യ ബോധം എന്നുള്ളതിനപ്പുറത്ത് ഒരു മുസ്ലിമിനെ സംബന്ധിച്ച് പേഴ്സണലി അവൻ്റെ മതത്തിൽ നിന്നുള്ള ബോധ്യമാണ്. ഒരു മനുഷ്യനെ നിങ്ങൾ കൊന്നാൽ അത് ഭൂമിയിലെ മുഴുവൻ മനുഷ്യരെയും കൊല്ലുന്നതിന് തുല്യമാണെന്ന് ഖുർആൻ അവനെ പഠിപ്പിച്ചിട്ടുണ്ട്. നിങ്ങളൊരു മനുഷ്യൻ്റെ ജീവൻ രക്ഷിച്ചാൽ അത് ഭൂമിയിലെ മുഴുവൻ മനുഷ്യരുടെയും ജീവൻ രക്ഷിച്ചതിന് തുല്യമാണെന്ന് ഖുർആൻ അവനെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു വംശഹത്യ നടക്കുമ്പോൾ അതിനു വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ ഒരു മുസ്ലിം എന്ന ബോധം അവൻ്റെ ഉള്ളിലുണ്ടാവും. അത് അവനെ എന്തെങ്കിലും ചെയ്യാനുള്ളതിലേക്ക് ഇറങ്ങാൻ അവനെ പ്രേരിപ്പിക്കും. അതും ഒരു മുസ്ലിങ്ങൾ അതിൽ ഇറങ്ങാനുള്ള ഒരു ഘടകമാണ് എന്നുള്ളതാണ്. അതല്ലാതെ അത് ഏത് കൊലപാതകങ്ങൾ, ഏത് വംശഹത്യ നടന്നാലും മുസ്ലിങ്ങളുടെ ഭാഗത്ത് നിന്ന് അത്തരമുള്ള ചില പ്രതികരണങ്ങൾ ഉണ്ടാകും തന്നെയാണ് ലോകത്തെ മുഴുവൻ മൂവ്മെൻറ്റുകളും കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയാം. ഒറ്റ കാര്യം കൂടെ സൂചിപ്പിക്കാനാണ്. ഇതിൽ അന്തർലീനമായിട്ടുള്ള ഒരു തോന്നൽ എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങൾ എപ്പോഴും ഇരവാദം ഉന്നയിക്കുന്ന, മുസ്ലിങ്ങൾ എപ്പോഴും അവർക്ക് എന്തെങ്കിലും ഒരു ചെറിയൊരു പ്രശ്നം ഉണ്ടെങ്കിൽ അതിനെ ഭയങ്കരമായി പർവ്വതീകരിക്കുന്ന ആളുകളാണ് എന്നൊരു ധ്വനി ഇതിനുള്ള അന്തർലീനമാണ്. മനസ്സിലാക്കണം, മുസ്ലിങ്ങൾ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലായി പീഡിപ്പിക്കപ്പെടാൻ തുടങ്ങിയിട്ട് ഇന്നും ഇന്നലെയും അല്ല, ഒരുപാട് വർഷങ്ങളായി, നൂറ്റാണ്ടുകളായി. ഈ ഗസയിലെ പ്രശ്നം ഏറ്റവും തീവ്രമാകുന്നതിന് മുമ്പും ദിവസം അവിടെ 10ഉം 20ഉം ആളുകൾ കൊല്ലപ്പെട്ടിരുന്നു. ഗസയിൽ കൊല്ലപ്പെട്ടിരുന്നു, റാഫേൽ കൊല്ലപ്പെട്ടിരുന്നു, വെസ്റ്റ് ബാങ്കിൽ കൊല്ലപ്പെട്ടിരുന്നു. അപ്പോഴൊന്നും ഈ വിഷയം ആഗോളമായി ഇത്ര തീവ്രമായിട്ട് ചർച്ച ചെയ്യപ്പെടുന്നില്ല. അതേപോലെ ഇപ്പോഴും എത്രയോ കാലങ്ങളായി തുടരുന്നതും ഇപ്പോഴും തുടരുന്നതുമായിട്ടുള്ള റോഹിംഗ്യൻ മുസ്ലിങ്ങളുടെ പ്രശ്നം, അതേപോലെ ഉയ്ഗൂർ മുസ്ലിങ്ങളുടെ പ്രശ്നം,
അനേക മുസ്ലിങ്ങളുടെ പ്രശ്നം, എന്തിനേറെ ഇന്ത്യയിലെ തന്നെ നോർത്ത് ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ പ്രശ്നം, അത്തരം പ്രശ്നങ്ങളൊന്നും ഇത്ര സംഭവമായി ചർച്ച ചെയ്യാത്തതും ഇത്ര വലിയ പ്രക്ഷോഭങ്ങൾ കാരണമാവാത്തതും അവ ഇത്രത്തോളം വലിയ പ്രശ്നമല്ല എന്നതുകൊണ്ട് തന്നെയാണ്. ഇതിൻ്റെ വലുപ്പം എന്ന് പറഞ്ഞാൽ ഗസയുടെ ഏരിയ എന്ന് പറഞ്ഞാൽ 365 സ്ക്വയർ കിലോമീറ്റർ ആണ്. അഥവാ കോഴിക്കോടിൻ്റെ 1/7 ഭാഗമാണ് ഗസ വരിക, കോഴിക്കോട് ജില്ലയുടെ 1/7 ഭാഗം. അതേപോലെ ജർമ്മനി എന്ന് പറയുന്ന 2ാം ലോക മഹായുദ്ധത്തിലെ പ്രധാന കക്ഷിയായിരുന്ന പ്രധാന രാജ്യമായിരുന്ന രാജ്യത്തിൻ്റെ 370 ഭാഗങ്ങളിൽ ഒന്നാണ് ഗസ വരിക. അത്ര വലുപ്പേ ഗസയിലുള്ളൂ. ആ ഗസയിൽ കുറച്ച് മാസങ്ങൾ കൊണ്ട് മാത്രം വർഷിച്ച ബോംബുകളുടെ എണ്ണം എത്ര എന്നറിയാം നിങ്ങൾക്ക്? അത്ര വലിയ 1,37,000-ലധികം സ്ക്വയർ കിലോമീറ്റർ വ്യാപ്തിയുള്ള ആ ജർമ്മനിയിൽ 6 കൊല്ലം കൊണ്ട് ലോകത്തിലെ ഏറ്റവും വലിയ യുദ്ധങ്ങളിലൊന്നായ 2ാം ലോക മഹായുദ്ധത്തിൽ വർഷിച്ച ആ ബോംബുകൾ ഉണ്ടല്ലോ, ആ ബോംബ് ഏറ്റവും പ്രധാനപ്പെട്ട കക്ഷിയാണ്, ഏറ്റവും വലിയ യുദ്ധമാണ്, അത്ര വലിയ രാജ്യമാണ്. അവിടെ 6 കൊല്ലം കൊണ്ട് വർഷിച്ച ബോംബുകൾ വെറും മാസങ്ങൾ കൊണ്ട് വെറും 365 സ്ക്വയർ കിലോമീറ്ററുള്ള ആ ജർമ്മനിയുടെ 377 ഭാഗങ്ങളിൽ ഒരു ഭാഗം മാത്രം വലുപ്പമുള്ള ആ ഗസയിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ആവർത്തിച്ച് പറയേണ്ടേ സഹോദരന്മാരെ? അത് നമ്മൾ മുസ്ലിങ്ങളാവേണ്ട ആവശ്യമുണ്ടോ? അതിന് ഏതെങ്കിലും മതത്തിൻ്റെയോ ഏതെങ്കിലും സമൂഹത്തിൻ്റെയോ ഏതെങ്കിലും വിഭാഗത്തിൻ്റെയോ ഭാഗങ്ങളാവേണ്ട ആവശ്യമുണ്ടോ? അവിടെയും തകർക്കപ്പെടാത്ത ഒരു കെട്ടിടവും ബാക്കിയില്ല എന്ന് വേണമെങ്കിൽ പറയാം, വാസയോഗ്യമായ വീടുകളില്ല എന്ന് വേണമെങ്കിൽ പറയാം. ഭക്ഷണത്തിനു വേണ്ടി അവരെ വരി നിർത്തി ആ ഭക്ഷണത്തിനു വേണ്ടി ദിവസങ്ങളോളം മാസങ്ങളോളം ഭക്ഷണം ലഭിക്കാത്ത ആളുകൾ ക്യൂ നിൽക്കുമ്പോൾ അതിനു മുകളിൽ ബോംബ് വർഷിക്കുന്ന നരഹത്യയുടെ ഏറ്റവും തീവ്രവും ഏറ്റവും മോശവുമായ ഭാവം കാണുമ്പോൾ മുസ്ലിങ്ങൾ മാത്രമാണോ, അല്ലെങ്കിൽ ആ കൊല്ലപ്പെടുന്ന ആളുകളുടെ മതവിശ്വാസികൾ മാത്രമാണോ ശബ്ദിക്കേണ്ടത്? അല്ല. ഇനി അവിടെ ആ തരത്തിൽ പീഡിപ്പിക്കപ്പെടുന്നത് ജൂതന്മാരാണെങ്കിലും, ആ തരത്തിൽ പീഡിപ്പിക്കപ്പെടുന്നത് ക്രൈസ്തവരാണെങ്കിലും, ആ തരത്തിൽ പീഡിപ്പിക്കപ്പെടുന്നത് ഹൈന്ദവരാണെങ്കിലും, മറ്റേത് മതവിശ്വാസികളാണെങ്കിലും, ആ അക്രമത്തിനെതിരെ, ആ ക്രൂരതയ്ക്കെതിരെ, അക്ഷരം തെറ്റാതെ വംശഹത്യ എന്ന് വിളിക്കാൻ പറ്റുന്ന ആ ഇൻസിഡന്റിനെതിരെ പ്രവർത്തിക്കലും പ്രതിരോധിക്കലും നമ്മുടെ ഓരോരുത്തരുടെയും ബാധ്യതയല്ലേ? ആ ബാധ്യത തന്നെയാണ് ലോകത്തിലെ മനുഷ്യത്വമുള്ള, കണ്ണിൽ ചോര വറ്റാത്ത, ചെറിയ രീതിയിലെങ്കിലും മറ്റുള്ളവരുടെ അനുകമ്പയും സഹാനുഭൂതിയുമുള്ള മനുഷ്യരെല്ലാം ഏറ്റെടുക്കുന്നത്. നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ ഒരു ഉളുപ്പുമില്ലാതെ ഇത്തരത്തിൽ നടത്തുന്ന വംശഹത്യ പോലും അത് അവരുടെ അവകാശമാണെന്ന് പറയുന്ന ചെറിയ ചില ആ വംശഹത്യ ചെയ്യുന്ന ആളുകളെക്കാൾ തീവ്രവും അവരെക്കാൾ ക്രൂരവുമായ മനുഷ്യരല്ലാതെ മറ്റാർക്കാണ് അവരെ അനുകൂലിക്കാനും അവരെ പിന്തുണക്കാനും സാധിക്കുക?